ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ചിന്നു. എൻ്റെ ചാനലിൻ്റെ പേര് ചിന്നു റിയാക്ട്സ് എന്നാണ്. എൻ്റെ ചാനൽ ഇടുന്ന വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കഴിഞ്ഞ ദിവസം രേണു സുധി പുള്ളിക്കാരുടെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പങ്കുവച്ചു. ഒരു യൂട്യൂബർ പറഞ്ഞു രേണു സുധി എന്ന് പറയുന്ന പേരിൽ നിന്നും സുധി എന്ന് പറയുന്ന പേര് മാറ്റണമെന്ന്. അപ്പോൾ പുള്ളിക്കാരി അതിന് വിശദീകരണമായിട്ട് പറഞ്ഞു അതെൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ്, ഞാൻ ഒരിക്കലും മാറ്റില്ല എന്ന്. അത് പുള്ളിക്കാരിയുടെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ്, പേര് മാറ്റുന്നതും മാറ്റാതിരിക്കുന്നതും ഒക്കെ. പക്ഷെ ഒരാൾ എന്തുകൊണ്ടാണ് ആ പേര് മാറ്റണം എന്ന് ഈ ഒരു സാഹചര്യത്തിൽ പറയണമെന്ന് ചോദിച്ചാൽ, ഒന്ന്, കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നേ രേണു സുധിക്ക് കൊല്ലത്ത് ഒരു ഇനാഗുറേഷൻ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഓൺലൈൻ മാധ്യമക്കാർ ചോദിച്ചു സുധിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇവിടുന്ന് 13 കിലോമീറ്റർ ദൂരെയാണ്, ടൗണിൻ്റെ അടുത്താണ്, എനിക്ക് നാളെ തൃശ്ശൂരിൽ വേറെ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, നമ്മുടെ ഭർത്താവിനോട് സ്നേഹമുണ്ട്, ഭർത്താവ് മരണപ്പെട്ടു പോയാൽ ഭർത്താവിൻ്റെ നാട്ടിൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ എന്തായാലും ആ വീട്ടിലൊന്ന് പോവില്ലേ? അപ്പോൾ ഫുള്ള് രേണു സുധിച്ചേട്ടൻ എല്ലാ സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്കൊന്ന് പോവില്ലേ? അപ്പം ആ വീട്ടിലേക്ക് പോവാത്തത് കൊണ്ടും ആ പേര് യൂസ് ചെയ്തിട്ട് ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. എല്ലാവരും ആ വീഡിയോ നേരത്തെ കണ്ടതാണ്, എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് കാണാം. 2026, 2025, 2024, 2023 ഈ 2022 തോന്നുന്നു സുധിച്ചേട്ടൻ മരിച്ചല്ലേ. 2022 മരിച്ച മനുഷ്യനല്ലേ, അതിനകത്ത് ഈ കമന്റിന് എന്ത് പ്രസക്തി? അപ്പം രേണുസുധി പറഞ്ഞത് കേട്ടില്ലേ? രേണുസുധിയുടെ ഹസ്ബൻഡ് സുധിച്ചേട്ടൻ മരിച്ചത് കയ്യിൽ എണ്ണുമാണ്. 2026, 25, 24 എന്നൊക്കെ പറഞ്ഞ് 5 വിരലുണ്ടായിരുന്നത് ഭാഗ്യം. 6, 7 വരുന്നെങ്കിൽ വർഷങ്ങൾ കടന്നു പോയേനെ. സ്വന്തം ഭർത്താവ് മരിച്ച വർഷം ഓർമ്മയില്ലാത്തൊരു സ്ത്രീ അല്ലേ? എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ വിവാഹ വാർഷികം, നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ മരിക്കുന്ന ഡേറ്റ്, അതൊക്കെ നമ്മൾ അവരോടുള്ള ആദരവ് കൊണ്ടാണ് ഓർക്കുന്നത് അല്ലേ? അപ്പോൾ സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റ് ആ വർഷം പോലും ഓർമ്മയില്ല. അതിന് പുള്ളിക്കാരി പിന്നീട് പറയുന്ന ഒരു ന്യായം, അതും നമ്മൾ കണ്ടതാണ്. എങ്കിലും നമുക്കൊന്നും കൂടി നോക്കാം. ദുരന്തം നടന്ന വർഷങ്ങൾ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാറ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞില്ലേ ദുരന്തം നടന്ന വർഷങ്ങളൊന്നും ഓർക്കൂല. അപ്പൊ ഈ ഒരു കാര്യം വർഷം മറന്നു പോയത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. അത് റിയാക്ട് ചെയ്തപ്പോൾ പിന്നീട് ഒരു പ്രോഗ്രാമിൽ കണ്ടപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോഴാണ് രേണു സുധി ഈ ആൻസർ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ വർഷം ജൂൺ 5-ാം തീയതി എന്താ നടന്നത്? രേണു സുധി കൊല്ലം സുധി ചേട്ടന്റെ ആണ്ട് ദിവസം അവിടെ എന്താണ് നമ്മുടെ അലൻ ജോസ് പെരേര വന്ന് ഡാൻസ് കളിച്ചു. അതും നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു. അവിടെ നിന്ന് കൈകൊട്ടി സന്തോഷിച്ചു. അപ്പം ഇതൊക്കെ കാരണങ്ങൾ മതി. ആ ആളിൻ്റെ പേര് വെച്ച് നടക്കുന്ന ഒരു വ്യക്തി ഭർത്താവ് മരിച്ച വർഷം ഓർമ്മയില്ല, പിന്നീട് ചോദിക്കുമ്പോൾ അതിന് ന്യായമായിട്ട് വരുന്നു. ആ ആണ്ടിൻ്റെ അന്ന് അവിടെ വന്ന് മറ്റൊരാൾ ഡാൻസ് കളിക്കുന്നു. അപ്പം ഇതൊക്കെ പോരെ ഈ പേര് മാറ്റിക്കൂടെ എന്ന് ചോദിക്കാൻ? അപ്പം ഇതിൻ്റെ ഉത്തരം, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിപ്പിച്ചത് പോലും രേണുസുധി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി രേണുസുധിയുടെ വേറൊരു വീഡിയോ നമുക്ക് കാണാം. കണ്ടോ, നോക്ക്, ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്, ഇതാണ്ട് ബ്രൈഡ്. ഗ്രൂം രേണു സുധി എന്നല്ല, രേഷ്മ പി തങ്കച്ചൻ, എൻ്റെ ഒറിജിനൽ നെയിം. ഓക്കെ, അപ്പോൾ ഇതിൽ രേണുസുധി പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. എന്തിനാണ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം? സ്വന്തമായിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് ആരെങ്കിലും പറയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കോ? അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് മാറ്റണം എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ചുകൊണ്ട് വരുമോ? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയായിരുന്നു. രേണുസുധി സുധിച്ചേട്ടനെ കല്യാണം കഴിച്ചത് 2ാം വിവാഹമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അപ്പം തന്നെ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നു. കാരണം പുള്ളിക്കാരിക്ക് ലീഗലായിട്ട് കല്യാണം കഴിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് അത് കൊണ്ടുവന്നത്. അതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് തുക കിട്ടാൻ. ഇനി ഇത് ലീഗൽ അല്ല എന്ന് പറഞ്ഞ് അത് കണ്ടുപിടിച്ച് ആരെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് അതിൽ കൂടി ആ ഒരു തുക കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയാണ് പുള്ളിക്കാരി അതും കാണിക്കുന്നത്. പിന്നെ അവിടെ വരുന്ന മറ്റൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് സ്വാഭാവികമാണ്, നാക്ക് പിഴയാണ്. അതൊരു ഫ്ലോയിൽ പറഞ്ഞപ്പോൾ വന്നതാണ്. എന്താണ്? ഗ്രൂം എന്ന് പറയുന്നത് രേണുസുധി, ബ്രൈഡ് എന്ന് പറയുന്നത് സുധിച്ചേട്ടന്. പുള്ളിക്കാരിക്ക് അത് ഒരു അബദ്ധത്തിലായിപ്പോയതാണ്. അതിന് പുള്ളിക്കാരി പറയുന്ന മറ്റൊരു ന്യായം നമുക്ക് നോക്കാം.
സുധിയേട്ടന്റെ പേരിന്റെ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് മറ്റു പേര് മാറ്റും. എനിക്ക് സൗകര്യമില്ല, കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ബ്രൈഡും ഗ്രൂമുമായി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ട്രോളാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഗ്രൂം ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം ഇട്ടില്ല എനിക്ക്. പക്ഷെ എന്നാലും എനിക്ക് പറഞ്ഞു കൊടുത്തതായിരുന്നു എന്നിട്ട് ട്രോളട്ടെ നോക്ക്. കണ്ടന്റ് ആവട്ടെ എന്നെ കൊണ്ട് ഉപജീവിക്കുന്ന കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. സോ അവർക്ക് ഒരു ദിവസം ഞാൻ എന്റെ ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ കഞ്ഞി കുടിക്കുന്നോർത്ത് ഞാൻ ആകെ സങ്കടത്തിലാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂമും ബ്രൈഡും സുധിച്ചേട്ടനെ. കേട്ടോ, ഇതിനൊക്കെ പിന്നെ എന്താ ആൻസർ പറയാൻ? നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതും അബദ്ധമാണെന്ന് പറയാനില്ല. ഞാനത് നമ്മുടെ മറ്റേ റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഇട്ടുകൊടുത്തതാ ട്രോളാൻ വേണ്ടിയിട്ട്, അവർക്കൊരു കണ്ടന്റ് ആയിട്ട്. നമുക്ക് മനസ്സിലായതേ ഇല്ല അതങ്ങനെയാണെന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കിയപ്പോൾ മനസ്സിലായത് രേണുസുധിക്ക് പറ്റിപ്പോയൊരു അബദ്ധമായിട്ടാണ്. കാര്യം പുള്ളിക്കാരി ആ ഒരു വിഷയത്തിൽ മുഴുകി നിന്നാണ് സംസാരിക്കുന്നത്. അത് ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ വെറുതെ നിന്ന് സംസാരിക്കുന്നത്, ഒരു തമാശയ്ക്ക് സംസാരിക്കുന്നതോ ഉള്ള കാര്യമായിട്ടല്ല എനിക്ക് തോന്നിയത്. സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പുള്ളിക്കാരിക്ക് ശരിക്കും അവിടെ അബദ്ധം പറ്റിയതാണ്. അതിന് ന്യായവുമായിട്ട് വരുന്നു. ആദ്യം സുധിച്ചേട്ടൻ മരിച്ച വർഷം മറന്നുപോയപ്പോൾ പിറ്റേ ദിവസം അതിന് ന്യായമായിട്ട് വന്നു, ദുരന്തം ഓർമ്മിക്കില്ലല്ലോ എന്ന്. ഇവിടെ ന്യായമായിട്ട് വന്നു. പിന്നെ മറ്റൊരു വീഡിയോയും ഉണ്ട്, എന്താണ് വന്ദേ ഭാരതം എന്ന് റിപ്പബ്ലിക് ഡേയിൽ പറഞ്ഞപ്പോൾ അത് തിരുത്തി കൊടുത്തപ്പോഴും അങ്ങനെ പറയാലോ. തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തേയില്ല, തെറ്റത്തേയില്ല. എനിക്ക് ഞാൻ പറയുന്നത് എല്ലാം ശരിയാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വന്ന് നമ്മൾ അതിനെടുത്ത് അങ്ങ് റിയാക്ട് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ നമുക്ക് വിചാരിക്കാം അത് സിമ്പിളാണ്, അത് നാക്കുപിഴയാണ്. പക്ഷെ അവിടെ അത് സമ്മതിച്ച് തരത്തേയില്ല. രേണു ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിനൊരു മറുപടി പറയണമെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. പിന്നെ ഇപ്പം രേണുസുധി വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൻസ്റ്റയിലെ ചാനൽ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി പറയുന്ന മറ്റൊരു ന്യായം, ഞാൻ ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ, ഞാൻ ആരുടെ വീട്ടിലും പോയി ഇരക്കുന്നില്ലല്ലോ എന്നാണ്. ആരുടെയും വീട്ടിൽ പോയി ഇരക്കുന്നില്ല, പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഇരക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞ് യാചിക്കുന്നുണ്ട്. അത് യാചനയാണ്, അത് ഇരക്കലാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, ഞാനൊരു പുതിയ സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങി, ഇത്ര പറഞ്ഞാൽ മതിയല്ലോ. എല്ലാവരും ഇരക്കും, ഞാൻ ഇരക്കുന്നില്ലേ? ഞാൻ ഇപ്പോൾ പുതിയൊരു യൂട്യൂബറാണ്, ഞാൻ എല്ലായിടത്തും വന്ന് പറയാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് ശരിക്കും പറഞ്ഞാൽ യാചിച്ച് പറയുന്നത് തന്നെയാണ്. അത് നമ്മുടെ ആവശ്യമാണ്. അത് ചില സമയത്ത് നമ്മളങ്ങ് പറയും. അതേപോലെ തന്നെയാണ് രേണുസുധി. എന്നിട്ട് പുള്ളിക്കാരി പറയുന്ന ന്യായം, ഞാൻ അങ്ങനെ ഇരക്കുന്നില്ലല്ലോ എന്നാണ്. പിന്നെ എല്ലാവരും ചാനൽ കാണണം, അത് പറയേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ളവർ കാണുക എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിൽ ആരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ചാനൽ കാണാൻ എല്ലാവരും ഇരിക്കുകയല്ല. രേണുസുധി അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആരാധകർ ഇരിക്കുന്നുണ്ടാവും, ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഇരിക്കുന്നുണ്ടാവും. വേറെ ആരും അങ്ങനെയല്ല. അതുകൊണ്ട് രേണുസുധി എല്ലാവരും കാണണമെന്ന് പറയാനുള്ള കാരണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാ പേജിൽ നിന്ന് സുധിച്ചേട്ടൻ്റെ പിക്ചർ മാറ്റി പുള്ളിക്കാരിയത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം ഒരു യൂട്യൂബർ കേസുമായിട്ട് പോകുമെന്ന് പറഞ്ഞു. ആ പടം വയ്ക്കുന്നത്, ഒന്ന് മരണപ്പെട്ട ആളിൻ്റെ പടം വയ്ക്കാൻ പാടില്ല എന്നും പറഞ്ഞ്, രണ്ടാമത് അത് പുള്ളിക്കാരിയുടെ പടം വെക്കണം, അത് മാറ്റണം എന്നും പറഞ്ഞു പോകും. അപ്പോൾ പുള്ളിക്കാരി ആ വ്യക്തിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ വ്യക്തി കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് പിക്ചർ അങ്ങ് മാറ്റി. ഇതുപോലെ രേണുസുധി ഡെയിലി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഇട്ട് തരുമ്പം നമുക്കിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടിയും വരും. അപ്പോൾ ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയും രേണുസുധിയുടെ സബ്ജക്റ്റ് എടുക്കണ്ടെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ രേണുസുധിയുടെ സബ്ജക്റ്റ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് പോലും എനിക്ക് അത്രത്തോളം ദേഷ്യം വന്നിട്ടാണ്. ഒരു പരിധിയിൽ കവിഞ്ഞിട്ടാണ്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിലോ അവരുടെ ഡ്രസ്സിങ്ങിലോ ഒന്നും മറ്റുള്ളവർ പറയുന്നതിനോട് എനിക്കും താല്പര്യമില്ല. അത് അവരുടെ വ്യക്തിപരമാണ്. പക്ഷെ അവർ സമൂഹ മാധ്യമത്തിൽ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.